കളമശ്ശേരിയിലൂടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ പി രാജീവ് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം? ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെയും പത്രികകൾക്കെതിരെ വരെ ഒബ്ജെക്ഷൻസ് വരുന്നു. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ജനങ്ങളുടെ വികാരം ഇപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, വളരെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ വീടുകളിലെല്ലാം കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്, ഒരു ശുഭാപ്തി ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. അത് ആ രൂപത്തിലുള്ള ഒരു പ്രതികരണങ്ങളാണ് എല്ലാ വിഭാഗം ജനങ്ങളുടേത്. കഴിഞ്ഞ തവണ നമുക്ക് പോകുമ്പോൾ ആ കയ്യിലെ പിടുത്തം ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും, ഒരു മുറുക്ക കുറവുണ്ടല്ലോ എന്ന് തോന്നുന്നു. പക്ഷെ ഇത്തവണ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളതാണ് കാണുന്നത്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ കുറേ കൂടി ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ കൂടി അനുഭവേദ്യമാകുന്നുണ്ട് ജനങ്ങൾക്ക് അവരവരുടെ ജീവിതത്തിൽ. അതെനിക്ക് തോന്നുന്നൊരു കണ്ടിന്യൂറ്റിയിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഒരു 2 ടേം ഭരിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. എന്തിനോടും നമുക്ക് തോന്നുന്ന ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നം. ഇപ്പോൾ പി രാജീവ് എന്ന ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച്, മന്ത്രിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അധികവും പി രാജീവ് എന്ന മന്ത്രി നയിച്ച വകുപ്പിൻ്റേതായിട്ടാണ് അല്ലേ? പലപ്പോഴും എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് എത്രമാത്രം ടഫായിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലത്ത് സർക്കാരിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, വികസനം കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് എന്ന നിലയ്ക്ക് അത് നയിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ട്? അതിപ്പോൾ എനിക്കൊന്ന് ഈ പറഞ്ഞ കറക്റ്റാണ്, വളരെ ടഫായിട്ടുള്ള ഭാഗമാണ്. കാരണം ഒരു വളരെ ഡീപ്പ് റൂട്ടഡായ പ്രിസംഷനായിരുന്നു. ഇവിടെ പെട്ടിക്കടയും വണ്ടിക്കടയും മറ്റേ ലോട്ടറിയും ബീവറേജും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു ഒരു പ്രതീതി. അതിൽ നിന്ന് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ 2026 കേരളം വ്യവസായ സൗഹൃദത്തിൽ ഇന്ത്യയിൽ ഒന്നാമതാകുമെന്നതാണ് ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം പ്രകടന പത്രികയിൽ. പക്ഷെ 2 വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമുക്ക് 1ാം റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഒരു 10ൽ എത്തേണ്ടതായിരുന്നു, 10നും 15നും ഇടയിൽ കഴിഞ്ഞ ഗവൺമെൻറ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സർവേ ഒക്കെ പോലെയാണ് ഇത്. 100% ഫീഡ്ബാക്കാണ് വോട്ടിംഗ്. സംരംഭകരെ വിളിച്ചു ചോദിച്ചിട്ട് അവരിടുന്ന മാർക്കാണ്. ആ മാർക്ക് വളരെ മോശമായിരുന്നു. അപ്പോൾ അതിന് കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംരംഭകരായിട്ടുള്ള ആളുകളോട് ആരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവരെല്ലാവരും ഹാപ്പിയാണ്. വേറെ ഹഡിൽസ് ഇല്ല, ബോട്ടിൽ നെക്സ് ഇല്ല, റെഡ് ടേപ്സ് ഇല്ല, ആരെയും കാണണ്ട. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വന്നു കഴിഞ്ഞു. അതെ, ആരെയും കാണണ്ട. എല്ലാം ഒരു സിസ്റ്റം വെച്ച് തന്നെ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ട്രാൻസ്പെറൻസി വന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ പൊളിറ്റിക്സ് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോൾ വേണമെങ്കിലും ദിശ മാറാം. മുഖ്യമന്ത്രി അഭിമുഖങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി വരുമ്പോഴാണ് ചില വിവാദങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചോദ്യം ചോദിച്ച ഒരാളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പ്രമുഖ നേതാവ് G. സുധാകരൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചെറ്റത്തരമെന്ന പദപ്രയോഗം നടത്തി. ഇതൊക്കെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നതിനിടയാക്കുമോ? അല്ല, അങ്ങനെ കാണുന്നില്ല. കാരണം മുഖ്യമന്ത്രി വളരെ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ രീതി. ഉള്ളതുപോലെ പറഞ്ഞു പോകുന്ന രീതിയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത്. മുഖ്യമന്ത്രി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മാധ്യമ ഇൻ്റർവ്യൂകളെല്ലാം അതെനിക്ക് തോന്നുന്നു പുതുതലമുറ മാധ്യമങ്ങൾക്ക് വരെ വളരെ സമയമെടുത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അതിലൂടെ കുറേ കൂടി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഭാഗങ്ങൾ അടർത്തിയെടുത്തോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളുണ്ടാകും വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഒരു വിസിബിലിറ്റി ഉണ്ട്, കേരളത്തിലെ വികസനത്തിന് വിസിബിലിറ്റി വന്നിരിക്കുന്നു. ഈ അവസാനം നടന്നിട്ടുള്ള ഉദ്ഘാടനങ്ങൾ തന്നെ കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്രപരമാണെന്ന് ഞാൻ പറയും. വയനാടിൻ്റെ പാക്ക് ചെയ്ത ടൗൺഷിപ്പ് ആകാം, അല്ലെങ്കിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണമാകാം, ആലപ്പുഴ ചങ്ങനാശ്ശേരി പുതിയ റോഡാകാം, അല്ലെങ്കിൽ പെരുമ്പളം പാലാകാം, ചെല്ലാനത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആകാം, ഏറ്റവും ഒടുവിലത്തെ സ്ത്രീ സുരക്ഷ പെൻഷൻ കൈകളിലേക്ക് എത്തുന്നതാകാം, കണക്ട് വർക്കാകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇന്നോവേഷൻ സെൻ്റർ ആകാം, IT പോളിസി, അഫിലിയേറ്റഡ് IT പാർക്കുകൾ, സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. അപ്പോൾ അതാണ് വല്ലാത്തൊരു വിസിബിലിറ്റി പോകുന്ന കഴിഞ്ഞു. വിസിബിലിറ്റി ഉണ്ടാക്കിയത് കൂടിയാണല്ലോ. വലിയ ഒരു PR എക്സസൈസ് നടന്നു. PR എക്സസൈസ് തെറ്റാന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിന് വളരെ വെറൈറ്റി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, എംബെഡഡ് ആഡ്സ് ഉപയോഗിച്ചു, സീരിയലുകൾ, അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളൊക്കെ ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മോഹൻലാലിന് മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ചെലവ് 11 ലക്ഷം എന്നാണ് കണക്കുകൾ വരുന്നത്. അപ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ പറഞ്ഞോ? വേണ്ടത്ര പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോഴും അല്ല, യഥാർത്ഥത്തിൽ PRD കുറെ കൂടി മാറണം എന്നുള്ളതാണ് ഈ കാലത്തിനനുസരിച്ച്. ഇത്രയും പരസ്യങ്ങൾ ഇത് എന്നിട്ടും കുറെ കൂടി ജനങ്ങളിലേക്ക് എനിക്കോട് കുറെ കൂടി നമ്മുടെ മൊബൈൽ ആപ്പുകൾ വഴി സംവിധാനങ്ങളൊക്കെ വഴി കുറെ കൂടി പ്രചരണം വരണം. കാരണം നടന്ന കാര്യങ്ങൾ എത്തിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കാലത്ത് അതിനെ മറികടക്കണം. എന്നോട് ആദ്യം ആളുകൾ പറഞ്ഞു, സാർ നമുക്കൊരു നല്ലൊരു PR ഏജൻസി വയ്ക്കാം, ഈ ഗോഡ്സ് ഓൺ കൺട്രി പോലെ
നമുക്കൊരു പുതിയൊരു മോട്ടോ വെച്ചിട്ട് വ്യവസായത്തിന് ഇറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്കൊക്കെ എളുപ്പമാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു എവറസ്റ്റ് ഉണ്ട്, അതിനാകെ ഇടിച്ച് നിരത്തണം. നിരത്തിയിട്ട് മാത്രമേ നമുക്ക് ഏത് സ്ലോഗനും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ് മീറ്റ് വയ്ക്കാൻ തോറും നല്ല ക്യാമ്പയിനൊക്കെ എടുത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 28ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത് ലോകത്തിന് മുൻപിൽ എല്ലാം അറിയാം. പിന്നെ വളരെ മോശപ്പെട്ട പ്രചാരവേല നടക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് സബ്മിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് പോകുമെന്നല്ലാതെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല. അവരെല്ലാം പഠനം നടത്തിയിട്ട് വരാം. നമുക്കൊരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി. അങ്ങനെ നമ്മൾ ആ ഇടിച്ച തരത്തിലായിരുന്നു ആദ്യം ഈ ഡീപ്പ് റൂട്ടർ പ്രിസംഷൻ. അപ്പോൾ അത്രമാത്രമാണ് നമ്മുടെ ഒരു നെഗറ്റിവിറ്റിക്കുള്ള പ്രചാരവേല കേരളത്തിൽ. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ദാവോസിൽ പോയി 10 കോടി ചിലവഴിച്ചു എന്ന് പറഞ്ഞു. ഈ പൈസ ചിലവഴിക്കുന്നതിൻ്റെ പ്രചാര രീതിയാണ്. ഈ 10 കോടി നമ്മൾ കേന്ദ്രത്തിനാണ് കൊടുക്കുന്നത്, അവരാണ് ഈ പവലീനൊക്കെ നൽകുന്നത്. ബാക്കി നമ്മൾ പുറത്തെടുക്കുന്ന ചിലവാണ്. എന്നാൽ ചന്ദ്രബാബു നായിഡു പോയിട്ട് ഒരു നില 5 സ്റ്റാർ ഹോട്ടലിൽ മൊത്തം അങ്ങ് എടുക്കുകയാണ്, ഒരു ഫ്ലോർ മുഴുവൻ. അപ്പോൾ ഞങ്ങളപ്പോൾ ഹോം സ്റ്റേയിലാണ് അന്ന് താമസിക്കുന്നത് ആദ്യത്തെ വർഷം. അപ്പോൾ അതിൻ്റെ ചിലവൊന്നും ആരും നോക്കിയില്ല. കാരണം പൈസ ഇറക്കി തന്നെയാണ് ഇത്തരം പ്രചാരവേലകളെല്ലാം നടത്തുന്നത്. അവിടെ നോക്കിയ ഹോർഡിങ്സ് അത് എന്നിട്ടൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കി, ഈ പറയുന്ന PR ക്യാമ്പയിനും അതുപോലെ തന്നെ പരസ്യങ്ങളും ഒക്കെ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയത് തന്നെയാണ്. കുറേ കൂടി റിയാലിറ്റി ഇപ്പോൾ മുഖ്യമന്ത്രിമാരുടെ അഭിമുഖങ്ങളാകാം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രചാരവേലകൾ, നമ്മുടെ ആഡ് ഫിലിംസ് എല്ലാം തന്നെ ന്യായമായ സംശയമാണ്, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സംശയം. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുകയല്ലേ വേണ്ടത്. അപ്പോൾ അവർക്ക് തോന്നുകയല്ലേ വേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞ് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഉറക്കെ വിളിച്ച് പറയേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം വരും. ഇത്രയൊക്കെ പറയുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ പറയുന്നില്ലേ സംശയം. അത് ഞാനിപ്പോൾ മീറ്റിങ്ങിൽ പോകുമ്പോൾ ചോദിക്കും, ഏക കിടപ്പാട സംരക്ഷണ നിയമം ഞങ്ങൾ ചരിത്രപരമായൊരു നിയമമാണ് ഞാൻ അവതരിപ്പിച്ചാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി. അത് എത്ര പേരറിയുന്നത് നിങ്ങളൊന്ന് ഒരു സർവേയിലോട് ചോദിച്ചു നോക്കിക്കോളൂ. ഞാൻ പൊതുയോഗങ്ങളിൽ പോയപ്പോൾ ചോദിക്കും ഞങ്ങളുടെ ഓഡിയൻസിനോട്. അപ്പോൾ 3-4 പേരെ കൈപോക്കുന്നത്. ചരിത്രത്തിലാദ്യമായി അധികാരം കൈയാളുന്ന മന്ത്രിമാരിലോ ഉദ്യോഗസ്ഥരിലോ അല്ല യഥാർത്ഥ അധികാരം, ജനങ്ങളിലാണ് യഥാർത്ഥ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സേവനാവകാശ നിയമം പാസ്സാക്കി. അതിൻ്റെ ചട്ടങ്ങൾ വന്നു, സേവനാവകാശ കമ്മീഷനാണ്. ഞാൻ വലിയ ഓഡിയൻസിനോട് ചോദിക്കുമ്പോൾ ഞാൻ സർക്കാർ ജീവനക്കാരോട് ചോദിക്കും, നിങ്ങൾ ശമ്പളം സൂക്ഷിച്ചോളണം. കാരണം ഇത്ര ദിവസത്തിന് സർവീസ് കൊടുത്തില്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ബസ് യാത്ര തുടരുകയാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ അഭിലാഷും ശ്രീജയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വികസനം പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ അത് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്നയാളാണ്, മന്ത്രിയാണ് വാഹനത്തിലുള്ളത്. എന്തായാലും കളമശ്ശേരിയും പിന്നിട്ട് അടുത്ത ഇടത്തേക്ക് ബസ് യാത്ര തുടരുകയാണ്.